ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും പ്രണാമം. ആത്മസഹോദരരായ ശ്രോതാക്കൾക്ക് ഏവർക്കും വിനീത നമസ്കാരം. ദൈവദശകത്തിലെ ദൈവസങ്കല്പം എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രപഞ്ചത്തിലുള്ള ജീവിവർഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ജീവിയായിട്ടാണ് മനുഷ്യനെ കരുതിപ്പോരുന്നത്. ചിന്താശക്തിയുള്ള മനുഷ്യൻ അതുപയോഗിച്ച് ലക്ഷ്യബോധത്തോടെയും മാർഗബോധത്തോടെയും ജീവിതം നയിക്കുന്നതാണ് ഈ ശ്രേഷ്ഠതയ്ക്കുള്ള ഒരു കാരണം. എല്ലാ ജീവികളും സ്വാതന്ത്ര്യം ഇച്ഛിക്കുന്നുണ്ട്. മനുഷ്യനും സ്വതന്ത്രനായിട്ട് ജീവിക്കുവാനാണ് ഇഷ്ടം. എല്ലാ ജീവികളും ആനന്ദം തിരയുന്നവയാണ്. മനുഷ്യന്റെയും ജീവിത ലക്ഷ്യം നിത്യാനന്ദം തിരയലാണ്. മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനായ മനുഷ്യൻ സുഖജീവിതം നയിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സാർവലൗകികവും സാർവജനീനവും സനാതനവും നിരപേക്ഷവുമായ ഒരു സത്യദർശനത്തെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനമെടുക്കേണ്ടതാണ്. മനുഷ്യന് അദൃശ്യവും അജ്ഞാതവും അജ്ഞേയവുമായ പ്രപഞ്ച നിയമങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് അഥവാ ദൈവത്തിന്റെ ഇച്ഛയ്ക്കൊത്ത് തൻ്റെ ജീവിതം നയിക്കാനുള്ള അറിവ് ആർജിക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെയുള്ള സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്താൻ നമുക്ക് സഹായകമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം. പണ്ഡിതന്മാർക്കും പാമരന്മാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഗുരു ഈ ഉപനിഷത്ത് രചിച്ചിരിക്കുന്നത്. നിത്യപാരായണവും മനനവും നിധിധ്യാസനവും കൊണ്ട് മനസ്സിലെ മാലിന്യങ്ങൾ ഒഴിഞ്ഞ് ചിത്തശുദ്ധി ഉണ്ടായി സദ്ഭാവന വളർന്ന് ഒരുവൻ ഉത്തമനായ ഒരു മനുഷ്യനും അതിനുമുപരി ദേവതാസ്വരൂപിയും അതിനും ഉപരിയായിട്ടുള്ള ദൈവവും ആയി ബോധവികാസം ഉണ്ടാക്കുവാൻ പര്യാപ്തമാണ് ഗുരുവിൻ്റെ ഒരു കൃപാകര പദ്ധതിയായിട്ട് മാനവരാശിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ദൈവദശകം എന്ന ഉപനിഷത്ത്. ദൈവദശകത്തിലെ ദൈവ സങ്കല്പങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് ഒരു ആർത്തന്റെ രോഗശാന്തിക്കുള്ള പ്രാർത്ഥനയോ അർത്ഥാർത്ഥിയുടെ ദുരനിറഞ്ഞ പ്രാർത്ഥനയോ ആയിട്ട് തോന്നുന്നില്ല. മറിച്ച് ഒരു ജിജ്ഞാസുവിൻ്റെ അറിവിൻ്റെ അന്വേഷണവും ഒരു ജ്ഞാനിയുടെ കൃതജ്ഞതാ പ്രകാശനവുമാണ് ദൈവദശകമെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ഇതിൽ 1, 2, 4, 10 ശ്ലോകങ്ങളിലായിട്ടുള്ള 4 പ്രാർത്ഥനകളുണ്ട്. മറ്റ് 6 ശ്ലോകങ്ങളിൽ ആത്മവിദ്യ പ്രകാശിപ്പിക്കുന്ന പ്രസ്താവനകളാണ്, സ്റ്റേറ്റ്മെന്റുകളാണ്. പ്രാർത്ഥന തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രപഞ്ചമുണ്ട്, ദൈവവുമുണ്ട്. പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവരുമില്ല, പ്രപഞ്ചവുമില്ല, ദൈവവുമില്ല. എല്ലാം ഏകാത്മക പ്രത്യയസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സവിജ്ഞേയ എന്ന മാണ്ഡൂക്യ മന്ത്രത്തിലേക്ക് വരുന്നു. തുരീയ ബോധം പ്രകാശിക്കുന്നു. ഏകാത്മകത ദൈവദശകത്തിന്റെ അടിത്തറയാണ്. ദൈവം എന്നത് ഒരു സംസ്കൃത വാക്കാണ്. പ്രകാശിക്കുക എന്നർത്ഥം വരുന്ന ദിവ് എന്ന ധാതുവിൽ നിന്നാണ് ഈ പദം നിഷ്പന്നമായിരിക്കുന്നത്. പ്രകാശസ്വരൂപനായ ദൈവം സ്വയം ജ്യോതിയാണ്. തത് ജ്യോതിഹി എന്ന് വേദാന്ത സൂത്രം. വിലമതിയാത്ത വിളക്കായ ദൈവം ആകാശങ്ങളിൽ മാത്രം ഇരിക്കുന്നില്ല, ജഗത്തിലെല്ലാം ആവസിക്കുന്നു.
അണുമുതൽ അണ്ടകടാഹം വരെയുള്ള ജഗത്തിലെ എല്ലാ ചലനങ്ങൾക്കും കാരണമായി ചലിക്കാതെ അന്തർയാമിയായി ദൈവം വർത്തിക്കുന്നു. എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ് ദൈവം. ശ്വേതാശതരോപനിഷത്തിൽ ഋഷി വെളിപ്പെടുത്തുന്നു, നതത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാതി കുതോയം അഗ്നിഹി ത്വമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. സൂര്യന്റെ വെളിച്ചത്താൽ ഇത് പ്രകാശിക്കുന്നില്ല, ചന്ദ്രന്റെ വെളിച്ചത്താൽ പ്രകാശിക്കുന്നില്ല, ഇടിമിന്നലിന്റെ വെളിച്ചത്തിലും പ്രകാശിക്കുന്നില്ല, അഗ്നിയുടെ കാര്യം പറയാനുമില്ല. ഇത് സ്വയം ജ്യോതിയാണ്. ഈ സ്വയം ജ്യോതിയുടെ പ്രകാശത്തിലാണ് മറ്റു പ്രകാശിക്കുന്നവയെല്ലാം നമ്മൾ അറിയുന്നത് തന്നെ. പരവളി തന്നിൽ ഉയർന്ന ഭാനുമാനെന്നും സ്വനവും അടങ്ങിടുമിടം സ്വയം പ്രകാശമെന്നും ഗുരു ആത്മോപദേശ ശതകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ പദ്യം, ഇതിനെ പദ്യമെന്നും മന്ത്രങ്ങളെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. നമ്മൾ 4 വരികളുള്ളത് കൊണ്ട് പദ്യമെന്നാണ് ഇവിടെ പറയുന്നത്, മന്ത്രങ്ങളുമാണ്. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ഉണ്ടായി നിലനിന്ന് മറയുന്ന സംസാര സാഗരത്തെ കടത്തുന്ന നാവികനാണ് ദൈവം. അതിനുള്ള വലിയ ആവിക്കപ്പലാണ് ദൈവത്തിന്റെ പദം അഥവാ ഓങ്കാരം അഥവാ പ്രണവമന്ത്രം. പദമെന്നത് വചനമാണ്. ബൈബിളിൽ ഇത് ലോഗോസാണ്. ലാവോസ് ഇതിനെ താവോ എന്ന് വിളിക്കുന്നു. ഒരു അദ്വൈതി ദൈവത്തെ എല്ലാറ്റിനെയും തന്നിൽ തന്നെ ഉൾക്കൊള്ളുന്ന പരംപൊരുളായിട്ടാണ് അറിയുന്നത്. രണ്ടാമത്തെ പദ്യം, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം. പൊരുൾ ഒടുങ്ങുന്നത് ദൈവത്തിലാണ്. പ്രപഞ്ചത്തിലെ ഓരോ നാമരൂപവും ഓരോ പൊരുളാണ്. ചഞ്ചലമായ മനസ്സ് നിശ്ചല തത്വമായ ബോധത്തിൽ ലയിക്കണമെന്നാണ് പ്രാർത്ഥന. നിശ്ചല തത്വമായ ബോധമാണ് ദൈവം. ഇത് ഇൻഡക്റ്റീവ് മെത്തേഡിലും ഡിഡക്റ്റീവ് മെത്തേഡിലൂടെ ഒക്കെ കാര്യകാരണ ബന്ധത്തിലൂടെ നമുക്ക് നിശ്ചല തത്വമായ ബോധമായ ദൈവത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു, ഒരു കഷ്ണം തുണിയെടുത്ത് നൂലുകൾ വേർപെടുത്തിയാൽ തുണിയില്ലാതാകും. അപ്പോൾ തുണി കാര്യവും നൂല് കാരണവുമാകും. നൂൽ വീണ്ടും ഇഴവിരിച്ചാൽ നൂലില്ലാതാകും. അപ്പോൾ നൂൽ കാര്യവും പഞ്ഞി കാരണവുമാകും. പഞ്ഞിനാരുകൾ ഇഴവിരിച്ചാൽ പഞ്ഞിയില്ലാതാകും. അപ്പോൾ പഞ്ഞി കാര്യവും നാരുകൾ കാരണവുമാകും. നാരുകൾ ഇഴവിരിച്ചാലോ ചെറു കണങ്ങൾ കിട്ടും. അപ്പൊ നാരുകൾ കാര്യവും കണങ്ങൾ കാരണവുമാകും. കണങ്ങൾ വേർപെടുത്തിയാലോ പഞ്ചഭൂതങ്ങളാകും. പഞ്ചഭൂതങ്ങൾ എന്നിലിരിക്കുന്ന അജ്ഞാനമാണ്. അജ്ഞാനത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടാകുന്നത്. മനസ്സ് ബോധത്തിൽ ലയിക്കുമ്പോൾ മോക്ഷം കിട്ടുന്നു. മോക്ഷകാരകനാണ് ദൈവം. ഇത് ശ്രുതിയുക്തി അനുഭവത്തിലൂടെ തെളിയണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് ദൈവത്തെ സമഷ്ടി ബോധമായിട്ടും നമുക്ക് കാണാം. ദൈവമാകുന്ന സമഷ്ടി ബോധം ദൃക്ദൃശ്യ വിവേചനത്തിലൂടെ ദൈവമാകുന്ന സമഷ്ടി ബോധത്തിൽ മനസ്സ് അസ്പന്ദമാകണമെന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിലെ രൂപങ്ങൾ ദൃശ്യം. കാണുന്ന കണ്ണാണ് ദൃക്ക്. ഉള്ളിലേക്ക് നോക്കുമ്പോൾ കണ്ണിന് കാഴ്ച നൽകുന്ന മനസ്സ് ദൃക്കും കണ്ണ് ദൃശ്യവുമായി മാറുന്നു. മനസ്സ് ചഞ്ചലപ്പെടുന്നുണ്ട്. അതിനാൽ ചഞ്ചലപ്പെടുന്ന മനസ്സ് ദൃശ്യവും മനസ്സിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ബോധം ദൃക്കുമാകുന്നു. ദൃക്കായിരിക്കുന്ന ബോധമാണ് സാക്ഷി ചൈതന്യമെന്ന് അറിയപ്പെടുന്നത്. സ്ഥൂലവും സൂക്ഷ്മവുമായ സമസ്ത പ്രപഞ്ചവും
സാക്ഷി ചൈതന്യത്തിൽ ഒതുങ്ങും. പ്രത്യേകാത്മാവായ ദൈവത്തിൽ അഥവാ സമഷ്ടി ബോധത്തിൽ മനസ്സസ്പന്ദമാകാൻ ഇവിടെ പ്രാർത്ഥകൻ പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ പദ്യം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. തമ്പുരാൻ എന്ന തമിഴ് പദത്തിനർത്ഥം സർവത്തിൻ്റെയും നാഥനെന്നാണ്. ധന്യത എന്നാൽ ധനത്തിന്റെ സുലഭതയാണ്. ഫലം തരുന്നത് ഏതോ അതാണ് ധനം. ഭൗതിക പ്രപഞ്ചമായിരിക്കുന്നതും ബോധത്തിൽ ആനന്ദമായിരിക്കുന്നതുമെല്ലാം ധനമാണ്. ഈശാവാസ്യത്തിലെ ഋഷി ചോദിക്കുന്നു, കസ്യസി ധനം? ധനമെല്ലാം ആരുടേതാണ്? സർവധനത്തിൻ്റെയും ഉടമ ഏകനും തമ്പുരാനുമായ ദൈവമാണ്. ഇതൊരു ജ്ഞാനിയുടെ സത്യപ്രസ്താവനയാണ്. ബ്രഹ്മം തന്നെ വിശപ്പായി ജീവികളിൽ പ്രവേശിച്ചിരിക്കുകയും വിശപ്പിനെ ശമിപ്പിക്കുന്ന വിഭവങ്ങളായി തീർന്നിരിക്കുന്നതുമായി ഐതരേയോപനിഷത്തിൽ ഋഷി വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ജീവികൾ വിഭവങ്ങൾ ഭുജിച്ച് പശിയടക്കി ആനന്ദം അനുഭവിക്കുമ്പോൾ ആ ആനന്ദം തന്നെ ദൈവസ്വരൂപമായി നമുക്ക് അറിയാൻ പറ്റും. നാലാമത്തെ പദ്യം. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്ന് ഉള്ളിലാകണം. തത്വബോധം ഉള്ളിലുറയ്ക്കാൻ ഒരു ജിജ്ഞാസുവിന്റെ പ്രാർത്ഥനയാണ്. കടൽ, തിര, കാറ്റ്, ആഴം എന്ന ഒരു വ്യവസ്ഥയോട് സമാനമായി സർവചരാചരങ്ങൾ, മായ, ദൈവമഹിമ, ദൈവം എന്ന വ്യവസ്ഥയെ അറിയുമാറാകണമെന്നാണ് ഇവിടുത്തെ പ്രാർത്ഥന. ആഴി പോലെ ഞങ്ങൾ, തിര പോലെ മായ, കാറ്റ് പോലെ ദൈവമഹിമ, ആഴം പോലെ ദൈവം. അപ്പോൾ തിരകൾ ഉണ്ടായി നിലനിന്ന് അമർന്നു പോകുമ്പോൾ സത്യമായുള്ളത് ജലമാണ്. ജലത്തിൽ തൽക്കാലത്തേക്ക് തോന്നിയ പ്രതീതിയാണ് തിര. അതുപോലെ പ്രപഞ്ചവും അതിലുള്ളതെല്ലാമും ഉണ്ടായി നിലനിന്ന് മറയുമ്പോൾ അതെല്ലാം പരമമായ സത്യത്തിലുണ്ടാകുന്ന പ്രതീതികൾ മാത്രമാണ്. മാറ്റമില്ലാത്ത പരമമായ സത്യത്തെയാണ് ദൈവമെന്ന് വിളിക്കുന്നത്. വ്യഷ്ടിഗതമായി ആത്മാവെന്നും സമഷ്ടിഗതമായി ബ്രഹ്മമെന്നും ദൈവത്തെ വിളിക്കുന്നുണ്ട്. അഞ്ചാമത്തെ പദ്യം നോക്കുമ്പോൾ, നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായത്. ജ്ഞാനസ്വരൂപനായ ഗുരു ഇവിടെ ദൈവത്തെ അഭിന്ന നിമിത്തോപാദാന കാരണമായ ബ്രഹ്മമായിട്ടാണ് ഇവിടെ വെളിപ്പെടുത്തി തരുന്നത്. ഇതിനൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. കളിമണ്ണ് മെനഞ്ഞ് കുടമുണ്ടാക്കുമ്പോൾ കളിമണ്ണ് കുടത്തിന്റെ ഉപാദാന കാരണവും കുശവൻ, കുശവന്റെ ചക്രം, ചക്രം കറക്കുന്ന കോല്, കുശവന്റെ ബുദ്ധി, കുശവന്റെ മനസ്സിലുള്ള കുടത്തിന്റെ രൂപം, കുടത്തിന്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള മുൻകൂട്ടിയുള്ള തീരുമാനം, ഇതെല്ലാം കുടത്തിന്റെ നിമിത്ത കാരണമാണ്. ആത്യന്തികമായി സത്യം ഒന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഉപാദാന കാരണവും നിമിത്ത കാരണവും എല്ലാം ബ്രഹ്മം തന്നെ. അതുകൊണ്ട് ബ്രഹ്മത്തെ പ്രപഞ്ചത്തിന്റെ അഭിന്ന നിമിത്തോപാദാന കാരണമെന്ന് പറയുന്നു. ഗുരുവിന്റെ തത്വചിന്തയുടെ ഒരു പ്രത്യേകത ഏകാത്മകതയാണ്. ഏകാത്മക സത്യമായി എല്ലാം ഉൾക്കൊള്ളുന്ന ദർശനമാണ് ഗുരുവിന്റെ ദർശനം. ആറാമത്തെ പദ്യം. നീയല്ലോ മായയും മായാവിയും
മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യൻ. ഈ പദ്യത്തില് മനുഷ്യബോധത്തിനുണ്ടാകുന്ന ചില പരിമിതികളിലും ഒക്കെ ഗുരു വിശദീകരിച്ചു തരുന്നുണ്ട്. അറിവിന്റെ ഒരു തലമായാണ് മായാശക്തി പ്രവർത്തിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കയറ് കഷ്ണം കണ്ടിട്ട് അത് പാമ്പാണെന്ന് ധരിക്കുകയും പേടിക്കുകയും ചെയ്യുന്നത് അറിവിന്റെ തന്നെ ആവരണ ശക്തിയും വിക്ഷേപണ ശക്തിയുമാണ്. കയറിനെ മറയ്ക്കുന്നത് ആവരണ ശക്തിയും കയറിൽ പാമ്പിനെ തോന്നുന്നത് വിക്ഷേപണ ശക്തിയുമാണ്. സത്യത്തെ അസത്യമായി കരുതി ഭ്രമിപ്പിക്കാനുള്ള ഒരു ശക്തി ബ്രഹ്മത്തിനുണ്ട്. ബ്രഹ്മസത്യം തന്നെയാണ് മായാശക്തിയായി പ്രവർത്തിക്കുന്നത്. ദൈവമെന്ന മായാവിയുടെ മായാ പ്രകടനങ്ങളാണ്, അഥവാ ഒരു നെടിയ കിനാവാണ് പ്രപഞ്ചവും നമ്മളും ഒക്കെയായി നമുക്ക് തോന്നുന്നത്. അറിവിലിരിക്കുന്ന വാസനകളാണ് മായാഭ്രമം ഉണ്ടാക്കുന്നത്. ഈശ്വരൻ പ്രപഞ്ചത്തെ ഒരു ലീലയായി സൃഷ്ടിച്ച് നിലനിർത്തി സംഹരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിനോദം നിരാശ്രയനായിട്ടാണ്, അഥവാ മറ്റ് യാതൊന്നിൻ്റെയും ആശ്രയമില്ലാതെ മായാവൈഭവത്തെ മാത്രം കരുവാക്കിക്കൊണ്ടാണ് നിറവേറപ്പെടുന്നത്. ദൈവത്തിൻ്റെ മായാവിനോദം അറിവിൻ്റെ അത്ഭുതമായ വൈഭവം തന്നെയാണ്. 7-ാമത്തെ പദ്യം. നീ സത്യം ജ്ഞാനം ആനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല, ഓതും മൊഴിയും ഓർക്കിൽ നീ. ദൈവം സത്യസ്വരൂപൻ എന്ന് പറയുമ്പോൾ ജനന മരണങ്ങളില്ലാത്ത സത്തയാണ്. ആ സത്ത തന്നെയാണ് ഞാൻ എന്ന് അറിയണം. സച്ചിദാനന്ദ സ്വരൂപം സാക്ഷാത്കരിക്കുക എന്നതാണ് മനുഷ്യന്റെ പരമമായ ലക്ഷ്യം. ദൈവത്തെ പാരമാർത്ഥിക സത്യമായി അനുഭവിക്കുന്നു. പാരമാർത്ഥിക സത്യത്തിലാണ് വ്യാവഹാരിക സത്യവും പ്രാതിഭാസിക സത്യവും ഒക്കെ നിലനിൽക്കുന്നത്. ഓതും മൊഴി എന്നാൽ അർത്ഥത്തോടെയുള്ള വാക്കാണ്. ഈ വാക്ക് വചനമാണ്, വചനം ഓങ്കാരമാണ്. ഓങ്കാരം പരംബ്രഹ്മമാണ്, ദൈവമാണ്. 8-ാമത്തെ പദ്യം. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു, ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക. ഇവിടെ പദത്തെ പദവി എന്നുള്ള ഒരു അർത്ഥത്തിലെടുക്കുമ്പോൾ ദൃശ്യമായി പുറത്തും ദൃക്കായി അകത്തും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ പദവിയെ, ധാരാളിമയെ ആണ് കാണുന്നത്. ആത്മോപദേശ ശതകത്തിൽ അറിവിലും ഏറെ അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്തുപുറത്തും ഉജ്ജ്വലിക്കും കരു എന്ന് ഗുരു ദൈവത്തെ ആദേശം ചെയ്യുന്നു. ഉജ്ജ്വലിക്കും കരു. 9-ാമത്തെ ശ്ലോകം. ജയിക്കുക മഹാദേവ ദീനാവന പരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ഇവിടെ ദീനൻ അജ്ഞാനിയായിട്ടിരിക്കുന്നവനാണ്. അജ്ഞതയാണ് ദീനത, അജ്ഞാനിയാണ് ദീനൻ. ജിജ്ഞാസു മഹാപ്രകാശമായ, അല്ലെങ്കിൽ സ്വയം ജ്യോതിയായ, അല്ലെങ്കിൽ മഹാദേവനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അജ്ഞാനം നീക്കി ജ്ഞാനിയും അതിലുമുപരി ജ്ഞാനസ്വരൂപനുമാക്കി തീർക്കാനാണ്. ജ്ഞാനമെന്നാൽ ഗുരുതത്വമാണ്. കാരുണ്യമാണ് ഗുരുവിൻ്റെ തത്വചിന്തയുടെ ആധാരം. കാരുണ്യം ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ കൃപാകര പദ്ധതിയാണ് കാരുണ്യമായിട്ട് ഗുരു ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. 10-ാമത്തെ പദ്യം. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം, നിത്യം വാഴണം വാഴണം സുഖം. ഇവിടെ സത്തും ചിത്തും സുഖസ്വരൂപമായ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. സത്തും ചിത്തും സുഖസ്വരൂപമാണ് ദൈവം. അപ്പൊ ഇങ്ങനെ ഈ
ദൈവദശകത്തിൻ്റെ ഏത് മന്ത്രം നോക്കിയാലും എല്ലാ വാക്കിലും എല്ലാ വാക്കും വെളിപ്പെടുത്തുന്നത് ദൈവത്തെ തന്നെയാണ്. അത് നിരപേക്ഷമായിരിക്കുന്ന പരംപൊരുളെന്നും പരമാത്മാവെന്നും ദൈവം, മായാവിശേഷം, മായ, ഇങ്ങനെ ആത്മാവ്, പരമാത്മാവ്, പരംപൊരുൾ, ബ്രഹ്മം, പരംബ്രഹ്മ, ഇങ്ങനെ എത്രയോ പേരുകളിലൊക്കെ വന്നാൽ പോലും ഇതെല്ലാം നിർഗുണമായിരിക്കുന്ന ഗുരുതത്വത്തിൻ്റെ തന്നെ പ്രകാശനമാണ്. അതിനെ ഓരോ വാക്കിലും ഇവിടെ നമുക്ക് ഇങ്ങനെ അറിഞ്ഞ് അനുഭവിക്കാനും ആനന്ദിക്കാനൊക്കെ ഉള്ളൊരു സാധ്യതയാണ് ദൈവദശകം നൽകുന്നത്. എല്ലാവർക്കും നിത്യതയും സുഖവും അനുഭവിക്കാൻ ഉള്ള ഗുരുകാരുണ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്തേ.